സംസ്ഥാനത്ത് കോവിഡ് കുറയുന്നില്ല. ഇന്ന് 292 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2000 കടന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യം. ഐശ്വര്യ ആനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോവിഡിൻ്റെ പുതിയ വകഭേദം അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സംസ്ഥാനത്ത്. ഇന്നലെ അവലോകന യോഗമടക്കം ചേർന്നിരുന്നു. കേരളത്തിലാണ് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് കൂടുതലായി എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രഞ്ജിത്ത്, സംസ്ഥാനത്ത് ആകെ കോവിഡിന്റെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2000 കടന്നു എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്നുണ്ട്. എങ്കിൽ പോലും ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ അനാവശ്യ ഭീതി വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് എത്തിയത്. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2041 സംസ്ഥാനത്ത് 292 പേർക്കാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 2 മരണം കൂടി കോവിഡ് മൂലമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിരുന്നു. ആശുപത്രികളിലും മാസ്ക് കർശനമാക്കുകയാണ്. ലക്ഷണങ്ങളുള്ളവർ കർശനമായി കോവിഡ് പരിശോധന നടത്തേണ്ടതുമുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് ആരോഗ്യവകുപ്പ് എത്തുന്നത്. എങ്കിൽ പോലും എല്ലാ തരത്തിലും കനത്ത ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കോവിഡ് കേസുകൾ, ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2000 കടന്നു എന്നുള്ളതാണ്. ആശുപത്രികളിലടക്കം മാസ്ക് നിർബന്ധമാക്കിയ സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തൽക്കാലം ഭീതിജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതും ആശ്വാസകരമാണ്.